ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊരു രാഷ്ട്രീയം ടോപ്പിക്കായിട്ട് വരാൻ പോവുകയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അല്ലാണ്ട് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇട്ടതെന്നറിയോ? ന്യൂസ് തുറന്നാൽ ഇപ്പോൾ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അപ്പം യൂട്യൂബ് തുറന്നാലേ രാഷ്ട്രീയം ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയം ചെയ്യാതിരിക്കുമ്പോൾ മോശമല്ലേ? നമുക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ ഇന്ന പാർട്ടിയെ വോട്ട് ചെയ്യാന്നുള്ളതല്ല, നമുക്ക് തോന്നിയ സജഷൻ, നമുക്ക് തോന്നിയ ഒപ്പീനിയൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് തെറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പം തുടക്കം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം പൊളിറ്റിക്സ് എന്നല്ലേ, വേണമെങ്കിൽ മംഗ്ലീഷിൽ പൊളിട്രിക്സ് എന്നാക്കിയാലും തെറ്റില്ല. പൊളിട്രിക്സ്, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ പാർട്ടികളുടെയോ നല്ല അടിപൊളി ട്രിക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിട്രിക്സ്. അതിനകത്ത് പെട്ടുപോകുന്നത് അണികളും പ്രവർത്തകരൊക്കെയാണ്. നമ്മൾ ഓരോ ആൾക്കാരും ഓരോ പാർട്ടിയിൽ അല്ലെങ്കിൽ ഓരോ ഇതിലും വിശ്വസിക്കുന്നത് നമ്മുടെ നിലപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു നേതാവ് എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും. അങ്ങനെയായിരിക്കും മിക്ക ആൾക്കാരും. അല്ലാണ്ട് കണ്ണും പൂട്ടി ഒരാളെ ചുമ്മാ അങ്ങോട്ട് പോയി ചെയ്യില്ല. മനസ്സിലായില്ല? അപ്പം ഈ പറഞ്ഞ നമ്മുടെ നിലപാടനുസരിച്ചാണ് നമ്മൾ ചെയ്യുമ്പം ഈ വിശ്വസിക്കുന്ന ആൾക്കാർ പലരും പല നിലപാടുകളുള്ള ആൾക്കാരായിരിക്കും. ഈവൻ പാർട്ടിക്ക് വരെ പല നിലപാടുകളാണ്. ഓരോ പാർട്ടികൾക്കും ഓരോ നിലപാടുകളാണ്. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം നാമനിർദ്ദേശ പട്ടിക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതിൽ തന്നെ നമുക്ക് പല പല നിലപാടുകൾ ഓരോ പാർട്ടികളുടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇൻവോൾവ് ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ മാത്രം നിൽക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് ഫുൾ ഇൻവോൾവ് ആയി ആര് വരും, അയ്യോ അങ്ങനെയാണ് രാഷ്ട്രത്തിൽ ഇങ്ങനെ വന്നു കൊണ്ട് മീഡിയാസ് പടച്ചു വിടുന്ന ന്യൂസിലൊന്നും വിശ്വസിക്കാണ്ടിരിക്കുക. ഞാൻ മുമ്പും പറയാറുള്ളതാണ്, മീഡിയാസ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. അവർക്ക് എന്താ പറയുക, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും എല്ലാം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ്, അല്ലാണ്ട് അവരുടേതായ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ന്യൂസൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഒരു ചൂണ്ട ഇടുന്ന പോലെയാണ്, ഒരു കുളത്തങ്ങ് ഇടും, അതിൽ നമ്മൾ പിടിച്ച് തൂങ്ങണം, എന്തെങ്കിലും ഒരു ത്രെഡ് അങ്ങ് ഇടും. മറ്റേ വെള്ളിമുങ്ങലൊക്കെ പറയണ പോലെ അങ്ങനെയുണ്ടത്രേ ഇങ്ങനെയുണ്ടത്രേ. മീഡിയ എന്ന് പറയുമ്പോൾ സത്യസന്ധമായ ന്യൂസ് സ്പ്രെഡ് ചെയ്യാനാണ്. പക്ഷേ ഇവർക്ക് തോന്നിയ ചിന്തകൾ, ഗസ് വർക്കാണ് ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയാസിലും എല്ലാ ന്യൂസ് ചാനൽസിലും ഇവർ ഷെയർ ചെയ്യുന്നത്. ഇവരിങ്ങനെ ചെയ്തു എത്രേ, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടോയെന്നല്ല, ചെയ്തു എന്നവർ പറയുന്നില്ല, പക്ഷേ എന്നാൽ ആ ഒരു ടോപ്പിക്കോട് എടുത്തിട്ട് വേണം. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു അത്രയെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് ചെയ്തിട്ടങ്ങ് ഇടും. അപ്പോൾ അത് അതിൻ്റെ താഴെ കുറേ കമൻറ്റ് വരും. അപ്പോൾ അങ്ങനെ അവർക്ക് TRP വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയം നമ്മളിതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നടക്കണം, ഇതിന് പിന്നാലെ നോക്കണം. ഇതിന് പിന്നാലെ നടക്കുമ്പോൾ വെറും മണ്ടന്മാരാവുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വിരൽത്തുമ്പിൽ കാണാൻ പറ്റും ഈ നിലപാട് മാറ്റങ്ങൾ. എന്നിട്ടെങ്കിലും കുറച്ച് റിയലൈസേഷൻ വരികയാണെങ്കിൽ ഓക്കെ. പക്ഷെ അതൊന്നും പ്രശ്നമാക്കാണ്ട് വീണ്ടും ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം വിഭാഗങ്ങളുണ്ട്. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലനിൽപ്പിന് തന്നെ ഒരു ഇന്ധനം. ഇങ്ങനെ ഒരു ബുദ്ധിയും ബോധമില്ലാത്ത ആൾക്കാർ, അങ്ങനെ വേണേൽ നമുക്ക് പറയാം. ഞാൻ ഇപ്പം പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മുഖ്യ 2 പാർട്ടികൾ LDFും UDFും ആണ്. അപ്പം ഇതിന് മുൻപ് പാലക്കാട്, എൻ്റെ ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നമ്മൾ കണ്ടതാണ്. പുള്ളി ഒരു പ്ലേ ബോയ് ആയിട്ട് കുറേ പണികൾ നമുക്ക് കടുത്ത അത് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം, ന്യൂസിലൊക്കെ വന്നതാണ്. അന്നേരം കോൺഗ്രസ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ടായിരുന്നു LDFിൽ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം LDFുകാർ അവരെ സപ്പോർട്ടും ചെയ്തു. ഈ LDFുകാർ ആരോപിച്ചിട്ടുള്ള ആൾക്കാർ, മീൻസ് UDFുകാർ ഇങ്ങനെ ആൾക്കാർ LDFിൽ ഉണ്ടെന്ന് പറഞ്ഞ് ആരോപിച്ച അവർ സീറ്റ് കൊടുത്തില്ല പറഞ്ഞപ്പോൾ അവർ ഇപ്പുറത്തെ ഇലക്ഷനിൽ വന്ന് അവരുടെ മെമ്പർ ആവുകയാണ്. അപ്പം കോൺഗ്രസ്സുകാരുടെ നിലപാട് ആലോചിച്ച് നോക്കാം. കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പറഞ്ഞു, ഞങ്ങൾ ആക്ഷൻ എടുത്തു, ഇങ്ങനത്തെ ഒരാളെ ഞങ്ങൾ പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഇവർ ഇന്നൊരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തു. അപ്പോൾ അവരുടെ നിലപാട് എന്തായി? ഇനി LDFിൻ്റെ കേസാണെങ്കിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആൾ പാർട്ടി മാറിയെന്ന് കണ്ട അടുത്ത സെക്കൻഡിൽ അവർ മാറി. ഇയാൾ പണ്ടേ ഇങ്ങനെയാണ്, ഞങ്ങളുടെ AKG സെൻറ്ററിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, ഇപ്പോഴാണ് ആൾക്കാർക്ക് സുഖമായത്, സമാധാനമായത്. അപ്പം ഇവർക്ക് എന്ത് നിലപാടുള്ളത്? അത് പറഞ്ഞു, നിലപാടിനൊന്നും ഒരു വാല്യൂ ഇല്ല, പൊട്ടന്മാരാക്കുക മനുഷ്യന്മാരെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകാണ്ട് നിങ്ങൾക്ക് ഏതാണോ ശരി അത് മാത്രം ചെയ്യുക. ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മളൊരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര നന്നായി പെർഫോം ചെയ്താലും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ അവരുടെ സേഫ് സോൺ പിടിക്കാൻ വേണ്ടി നമുക്ക് പണി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. സോ അതുപോലെയുള്ളൂ രാഷ്ട്രീയ നേതാക്കന്മാരും. അവരുടെ തൊഴിലാണ് ചെയ്യുന്നത്. ഈ കാരണം 1-2 മാസം കഷ്ടപ്പെടും. 20 ദിവസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 5 വർഷം അവർക്ക് സുഖമായി. ഈ ജയിക്കുന്ന ആൾക്കാർക്ക് 5 വർഷം സുഖമായി, എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതല്ലോ. പൊടിയുടെ അവർക്ക് സ്റ്റാറ്റസും ലെവലും എല്ലാം കിട്ടും. അപ്പം അവർക്ക് അതിൻ്റേതായ ഒരു കാഴ്ചപ്പാടുകളാണ്. അല്ലാണ്ട് എനിക്ക് എൻ്റെ ജീവിതം മൊത്തം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന എത്ര നേതാക്കന്മാർ ഇന്നത്തെ കാലത്ത് ഉണ്ടെന്ന് അറിയില്ല. ഉണ്ടാവും, എല്ലാവരും ഞാൻ ജനറലൈസ് ചെയ്യില്ല, ബട്ട് സ്റ്റിൽ ഭൂരിഭാഗം അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പം ന്യൂസിന് ഒരു കാരണവശാലും നമ്പത് ഏതൊരു കേസാണെങ്കിലും നമ്മളെ ഈസി ആക്കിയിട്ട്
കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ന്യൂസ് ചാനൽ. അവർക്ക് എന്താണോ നിങ്ങൾക്ക് എന്താവണമെന്നൊരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയില്ലേ, നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതന്നെ ചിന്തിച്ച് നോക്കി നോക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആയിക്കോളാം, നിങ്ങൾക്ക് ചിലപ്പം മേ ബി അത് ആ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നോളണമെന്നുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഈ ഒരു ന്യൂസ് ചാനൽ ഫോളോ ചെയ്യുമ്പോൾ ഇങ്ങനെ എത്ര അങ്ങനെ എത്ര പല ടോപ്പിക്സ് അവർ ഇട്ട് തരും ഒരേ സാധനത്തെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ചിന്ത അങ്ങനെ തന്നെ പോകും. ഈസി ആയിട്ട് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫാക്റ്റിന് പ്രസക്തിയില്ല, സത്യത്തിന് പ്രസക്തിയില്ല, പൈസ അതാണ് മെയിൻ. അപ്പം നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ പാർട്ടീനെ ഇലക്ഷന് വോട്ട് ചെയ്യുക. എല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പാർട്ടി എന്നല്ല, നിങ്ങളുടെ നിലപാടുകൾ ആരാണോ കറക്റ്റായിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ് നല്ല സത്യസന്ധനെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതിന് വേണ്ടിയിട്ട് സ്വല്പം ബുദ്ധിയോടുകൂടി യുക്തിയോടുകൂടി ആലോചിച്ചിട്ടൊക്കെ വോട്ട് ചെയ്യുക. ഇലക്ഷൻ ആവാൻ പോയി. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇട്ടത്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.